ഇന്ന് റിവ്യൂ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ആഴ്ചകളിൽ ലോഡ് ചെയ്യുന്ന വീഡിയോസ് മോട്ടിവേറ്റ് ചെയ്യുന്ന ഡെയിലി 4 മണിക്ക് ഷോർട്ട് വീഡിയോയിലൂടെ റിവ്യൂ ടുഡേയിലൂടെ ഉണ്ട്. ധാരാളം പേർക്ക് അത് അനുഗ്രഹമാകുന്നു. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്ന് ഒരു ജീവിത അനുഭവങ്ങളിലൂടെ കണ്ടതും കേട്ടതുമായ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അടുത്തിടയിൽ തോമസ് മുള്ളർ എഴുതിയ ഒരു വാക്യം, ഒരു ഭാഗം അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: മുറിവുകളുടെ ആഴം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കരുത്. ആഴം മനസ്സിലാക്കിയാൽ അടുത്തൊരു മുറിവിനെ നിങ്ങൾ വീണ്ടും സൃഷ്ടിക്കുക. അതേക്കുറിച്ചൊന്ന് ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ അർത്ഥം മുറിവുകളുടെ ആഴം നോക്കണ്ടാണെന്നോ അല്ലെ ഫിസിക്കൽ വൂൺസിനെ കുറിച്ചല്ല ഞാൻ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന, നിങ്ങൾ കടന്നു പോകുന്ന വേദനാജനകമായ അനുഭവങ്ങളുടെ ആഴം നിങ്ങൾ നോക്കല്ല. അത് ഒരു പക്ഷേ ഭയങ്കര ഡീപ്പായിരിക്കും. പെട്ടെന്നുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് അല്ലെ രോഗാവസ്ഥകൾ, പ്രതിസന്ധികൾ, ഇതിൻ്റെ ഒന്നും ആഴത്തിലേക്ക് നിങ്ങൾ പോകാൻ ശ്രമിക്കരുത്. പോകുമ്പോൾ ഒരു മുറിവ് ഉണ്ടാകും. ആ മുറിവ് ഏറ്റവും വലുതായിരിക്കും. ഞാൻ അനുഭവങ്ങളുടെ പറയാം. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന, അറിയാവുന്ന, ഞാനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളൊരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം ഭൂമിയിലില്ല. അദ്ദേഹം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാനുള്ള വലിയൊരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, അപ്രതീക്ഷിതമായി അദ്ദേഹത്തിൻ്റെ പണം നഷ്ടപ്പെടേണ്ടി വന്നു. നമുക്കറിയാം, ഇപ്പോൾ ഈ ബാങ്കുകളിലുള്ള പ്രയാസങ്ങളൊക്കെ അറിയാം. അദ്ദേഹം വിദേശത്ത് കഷ്ടപ്പെട്ടതും പലതരത്തിലുള്ളതായ സ്വരൂപിച്ച് വെച്ച നന്മ അല്പം കൂടി ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ച് അദ്ദേഹം ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു. അതിൻ്റെ ഡീറ്റെയിലൊക്കെ എന്നോട് പറയുമായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ആ ബാങ്ക് പൂട്ടേണ്ടി വന്നു. തൻ്റെ പൈസ നഷ്ടമായി എന്ന് അദ്ദേഹത്തിന് ചിന്ത വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കാനും ഒക്കെയായി അദ്ദേഹം സ്വരൂപിച്ച് വെച്ച പണമായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് ഷോക്ക്. ഒരു കൃഷിക്കാരനായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ അതിനെ എങ്ങനെയാണ് ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടതെന്ന് അതിന് കൺഫ്യൂഷനായി. അതെന്ത് സൃഷ്ടിച്ചെന്നറിയോ? ആ മുറിവിൻ്റെ ആഴം അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ ആ നഷ്ടബോധത്തെക്കുറിച്ച് അദ്ദേഹം ഒത്തിരി ബോധവാനായി വന്നപ്പോൾ വേറൊരു മുറിവ് സൃഷ്ടിച്ച്, ആ മുറിവ് സൃഷ്ടിച്ചത് എവിടെയാണെന്നറിയാം? അദ്ദേഹത്തിൻ്റെ മനസ്സിലായിരുന്നു, ഹൃദയത്തിൽ. ആ മുറിവ് അദ്ദേഹത്തെ രോഗിയാക്കി. അധികം താമസിക്കാതെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടി വന്നു. എന്നാൽ ആ വിഷയത്തിൻ്റെ മേൽ സാരമില്ല എന്ന് പറയുന്ന ഒരു ശബ്ദം, ഈ പറയുന്ന ഞാനൊരു ദൈവിക ശിഷ്യനായതുകൊണ്ട് എന്നിൽ നിന്ന് അങ്ങനെ ഒരു ആശ്വാസവാക്കോ പറഞ്ഞു. അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുന്ന് പറഞ്ഞു കാണാം, എനിക്കറിയത്തില്ല. ഒത്തിരി പറഞ്ഞായിരുന്നെങ്കിൽ, കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഒത്തിരി അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ അത്രയും തകർന്ന് എന്നെ വിളിക്കത്തില്ലായിരുന്നു. പലപ്പോഴും ഞാൻ സാരമില്ല, ദൈവം തരും അല്ലേ, അത് പോയാലും കുഴപ്പമില്ല എന്ന് അദ്ദേഹത്തിനോട് പറയാനൊക്കത്തില്ല. കാരണം അദ്ദേഹം അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. അതുകൊണ്ട് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാലേ ആക്ച്വലി ഞാൻ നിങ്ങളോട് പറയാം, കാര്യങ്ങൾ വേഴ്സാകുന്ന ഘട്ടങ്ങൾ ഞാൻ അദ്ദേഹത്തോട് പറയുന്നുണ്ടായിരുന്നു. ബ്രദറെ, അതല്ല വിഷയം, നിങ്ങളുടെ ആരോഗ്യമായ വിഷയം എന്ന് പറയത്തക്ക ലെവലിലേക്ക് കാര്യങ്ങൾ വന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, പലരും പൈസ നിക്ഷേപിച്ചവർ ഇന്നും അതിനെ ആരോഗ്യപരമായി ഇന്ന് ഈ ഭൂമിയിലുള്ളവരുണ്ട്. എന്താ കാരണം ഞാൻ പറയാം. ശ്രദ്ധിച്ചോ, ഇന്ന് അതിനകത്തൂടെ നിങ്ങൾക്കൊരു സന്ദേശം തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, നിങ്ങൾ കടന്നു പോകുന്ന വിഷയം, ഒന്നുകിൽ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ വളരെ ഇതായിട്ട് പഠിപ്പിച്ച് അഡ്മിഷൻ ലഭിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊരു രോഗിയായി, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായി പെട്ടെന്നൊരു ക്ലേശം നിങ്ങൾക്ക് മുമ്പേ ഇദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞവിടെ സംഭവിച്ചു. ഇതിന് എങ്ങനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, അത് നഷ്ടമാണെന്നും ആ നഷ്ടത്തെ നിങ്ങൾ അംഗീകരിക്കുക. അതായത് എനിക്ക് ഇങ്ങനൊരു ലോസ്, അതായത് ഒരു നഷ്ടം എനിക്ക് ഉണ്ടായി. എന്നിട്ട് നിങ്ങൾ 2 കാര്യം ചിന്തിക്കണത്. ഒന്ന് ചിന്തിക്കേണ്ടത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ഭക്തിയുള്ളവരാണെങ്കിൽ, ദൈവവുമായിട്ട് ബന്ധമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ദൈവമേ, ഈ ഒരു ഇതെൻ്റെ ഹൃദയത്തിൽ അധികം കഠിനമായി ഭാരപ്പെടാതിരിക്കാൻ എനിക്ക് നീ അതിനുള്ള ശക്തി തരണേ. നിങ്ങൾ പ്രാർത്ഥിക്കാം, നിങ്ങളുടെ വിശ്വാസം പ്രാർത്ഥിക്കാം. എന്നാൽ അതിനകത്ത് നിങ്ങൾ അതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യം നിങ്ങൾ പറയണം. ആ നഷ്ടം എനിക്ക് ഒരു നാൾ, ആ പൈസ എനിക്ക് തിരിച്ച് കിട്ടും എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അത് 2 കാര്യങ്ങൾ. കിട്ടാതിരിക്കാൻ. കിട്ടും എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുക. 2, ഇനി കിട്ടിയില്ലെങ്കിലും
കിട്ടിയില്ല, അതെനിക്ക് നഷ്ടമായാൽ എനിക്ക് എൻ്റെ ആയുസ്സിൽ എനിക്ക് ആ തുക അതിൻ്റെ ഇരട്ടി എനിക്ക് ലഭിക്കും. ഒന്നേ ഞാനത് ബിസിനസ് ചെയ്യും, അല്ല എവിടെ എനിക്ക് ആ തകർച്ച വന്നു, എവിടെ പരാജയം വന്നു, അത് ഞാൻ മനസ്സിലാക്കി അതിൻ്റെ മേൽ കാലങ്ങൾ, മുറിവുകളെ മാറ്റുന്ന കാലത്തിന്, അല്ലേ നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിന് ഈ സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഹൃദയത്തിൽ അത് ചിന്തിക്കുമ്പോഴുള്ള മുറിവുകളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തു നിന്നായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹ കാര്യങ്ങളിലെ ക്രമീകരണങ്ങളിൽ ദൈവം ഈ ഭൂമിയിലില്ല. എനിക്ക് പറയാത്ത ഒരു മടിയില്ല. കാരണം ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞു ചോദിച്ചാൽ, നിങ്ങൾ ആ മനുഷ്യൻ തോമസ് മുള്ളർ എഴുതി ഇങ്ങനെയാണ്: മുറിവിൻ്റെ ആഴം മനസ്സിലാക്കാനായി നിങ്ങൾ പോകുമ്പോൾ, അതിനൊരു PhD എടുക്കാൻ നിങ്ങൾ പോകുമ്പോൾ, അപ്പുറത്തുള്ള മുറിവ്, ആ മുറിവ് നിങ്ങളുടെ ശരീരത്തിൻ്റെ മുറിവല്ല, മനസ്സിലെ മുറിവ്, അത് ഡിപ്രഷനിലേക്ക്, വല്ലാത്ത ആഴത്തിലേക്ക്, സൂയിസൈഡിലേക്ക് എല്ലാം നിങ്ങളെ കൊണ്ടുപോകുന്ന, അദ്ദേഹത്തെ അങ്ങനെയല്ല കൊണ്ടുപോയി. ആ രോഗം അദ്ദേഹത്തിന് ഭാരം, അതിന് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത, ഹൃദയത്തിനത് വഹിക്കാൻ കഴിയത്തില്ല, ലങ്സിനത് വഹിക്കാൻ കഴിഞ്ഞില്ല, ശരീരത്തിൻ്റെ മെറ്റബോളിസിനെ താങ്ങാൻ പറ്റാത്ത ലെവലിലെല്ലാം ഡിസോർഡറായി. അതുകൊണ്ട് ഇന്ന് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ: നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങൾ വേദനയിലൂടെ അല്ലെ അതുപോലുള്ള പ്രശ്നത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. വലിയൊരു സന്ദേശമാണ്, അനുഭവങ്ങളിലൂടെ ഇത് പറയും. അതേസമയം ഇന്നും എനിക്കറിയാം, ഒരു 84 വയസ്സിനപ്പുറത്ത് ഇതേ ബാങ്കിൽ പണം നിക്ഷേപിച്ച് നഷ്ടപ്പെട്ട വ്യക്തി എനിക്കറിയാം. ഇന്നും അദ്ദേഹം ആരോഗ്യത്തോടെ, അദ്ദേഹം അതിനെ കാണുന്ന മനോഭാവങ്ങളിലാണ്. പ്രശ്നങ്ങളെ ഒരുപോലെയാണ് ഒരുപോലെയല്ല എല്ലാവരും കാണുന്നത്. അദ്ദേഹം കണ്ടു, തീവ്രമായി കഴിഞ്ഞു, എൻ്റെ മുഴുവൻ പോയി, ഇനി എൻ്റെ കുഞ്ഞിൻ്റെ ഭാഗം എല്ലാം കഴിഞ്ഞു, തീർന്നു. ഇന്ന് അദ്ദേഹം ഇല്ലാഞ്ഞിട്ടും ആ വിവാഹത്തിനുള്ള സാധ്യതകളോട് ഒരുങ്ങുന്നു. അപ്പം മനസ്സിലാക്കണം, അസാധ്യമായിട്ട് യാതൊരു കാര്യങ്ങളുമില്ല. എന്നാൽ മറ്റേ 84 വയസ്സുള്ള മനുഷ്യൻ ഇന്നും എനിക്കറിയാം, അദ്ദേഹം ഇതുപോലും പൈസ അദ്ദേഹം കണ്ട മനോഭാവം എന്താണെന്നറിയോ? അദ്ദേഹം അതിനെ, മനസ്സിനെ ഒരുക്കിയെടുത്തുകൊണ്ട് ആ നഷ്ടത്തെ നഷ്ടം വന്നു, ജീവിതം നഷ്ടങ്ങൾ വരാൻ, ലാഭം വരാം, മനസ്സിലാക്കി അദ്ദേഹം മുൻപോട്ട് പോകുമ്പോൾ അദ്ദേഹം ശരീരത്തോട് ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഓർക്കുമ്പോൾ വിഷമം വരും, കാര്യം നഷ്ടം തന്നെ. പക്ഷെ അതിനെ ഒരു മുറിവ് ഹൃദയത്തിൽ സൃഷ്ടിക്കാൻ തക്കവണ്ണം ഉള്ള രീതിയിൽ ആ ഭാരം ഏറ്റെടുത്തില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? അതുകൊണ്ട് ഇന്ന് എനിക്ക് ചിന്ത മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്കുണ്ടാകുന്ന മുറിവുകൾ കുഴപ്പമില്ല, ആ മുറിവിൻ്റെ തീവ്രത എന്തുമാത്രം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാനൊരു പഠനം നിങ്ങൾ നടത്തണ്ട, തന്നെ അത് മാറിക്കോളും. ഏത് കാലത്തിന് ഉണക്കാൻ കഴിയാത്ത ഒന്നുമില്ല. നമ്മൾ കോവിഡിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നുപോയില്ലേ, ചിന്തിച്ച് നോക്കിയ വർഷങ്ങൾ. പക്ഷെ നമ്മൾ ഇന്ന് എന്താ പുറത്ത് കൊണ്ടുവന്നു ആ 2018 പ്രളയം, എത്രയോ വിഷയങ്ങൾ. അതുകൊണ്ടാണ് ഒരു മഴയും തോരാതിരുന്നിട്ടില്ലെന്നൊക്കെ പറയാം, അല്ലേ? എല്ലാത്തിനും മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് ഇതും മാറും. ഇന്ന് ഞാൻ കടന്നു പോയ അനുഭവങ്ങളിൽ എനിക്കിങ്ങനെ പ്രയാസമുണ്ടായി. പക്ഷെ ഞാനിതിന് പുറത്ത് വരും. ഈ സന്ദേശം നിങ്ങൾക്ക് ഇതാനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ധാരാളം പേർക്ക് ഇതാനുഗ്രഹമാണ്.